വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ എണ്ണയിലൊക്കെ പൊരിച്ചെടുത്തത് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് റെഡിയാക്കാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് എത്രത്തോളമാണ് മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടിക്കോളും. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഇവിടെ പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സേമിയാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നീളത്തിലുള്ള മുറിക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മുറിച്ചതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം. ഇത് മുഴുവൻ വേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സേമിയ ഞാനിവിടെ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി ഭാഗം വെച്ച് മുറിച്ചെടുത്തിട്ടാണ്. ഇത്രേ എടുക്കുന്നുള്ളൂ. പിന്നെ സേമിയ വെന്ത് വരുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വേണ്ട. അപ്പോൾ ഇത്ര തന്നെ മതി. പിന്നെ സേമിയത്തിൻ്റെ അളവൊക്കെ നമ്മൾ വലിയ പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടോ. ഇപ്പോൾ ഞാനിവിടെ ചെറിയൊരു പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ സേമിയം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തത് കാരണം തന്നെ സേമിയ ഒന്നും തമ്മിൽ ഒട്ടി പിടിക്കുകയോ അതുപോലെ കട്ട പിടിക്കുകയൊന്നുമില്ല കേട്ടോ. എല്ലാം വേറിട്ട് വെന്തി കിട്ടിക്കോളും. അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാലയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇവിടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും സേമിയ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. എല്ലാ സേമിയയും വേറിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം. അപ്പോൾ അത് മസാലയിലെ തക്കാളിയൊക്കെ ഇവിടെ ഉടഞ്ഞ് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞാനിവിടെ ഒരു 2 മുട്ട പുഴുങ്ങിയിട്ട് തോടൊക്കെ കളഞ്ഞ് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു മുട്ടയെ 4ആയിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മുട്ടയ്ക്ക് പകരം ഇനി നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ മസാലയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ മുട്ടയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ സേമിയ വേവിച്ച സമയത്ത് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയിലും ഉപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.
അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സേമിയത്തിൽ ഒക്കെ എല്ലാ ഭാഗത്തും മുട്ട ആവണം കേട്ടോ, എന്നാലുള്ളത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരിക. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇതുപോലെ അടിയിലും സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എല്ലാ ഭാഗത്തും നെയ്യാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒരേ ലെവലാക്കി കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗവും ഒരേ കട്ടിയിൽ തന്നെ ആക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല മുഴുവനായിട്ട് തന്നെ ഇതിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നിരത്തി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സേമിയയും കൂടെ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടിയിൽ നിരത്തി വെച്ചതുപോലെ തന്നെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ വേവിക്കാൻ വെക്കുന്നത് ഇതുപോലെ ഒരു പഴയ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാൻ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ആണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നേരിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കരിഞ്ഞു പോകുന്ന പേടിയില്ല, കരിയാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് ഒരു 5 മിനിറ്റും കൂടെ കൂടുതൽ വെക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു പാനിലേക്കാണ് കേട്ടോ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനിൽ നമുക്ക് കുറച്ചൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വശമായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു വശം കൂടെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കണം, എന്നാൽ കരിഞ്ഞു പോവില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 4 മണി ചായക്ക് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.